ഹായ് ഹലോ കൂട്ടുകാരെ, തുമ്പീസ് വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പോകുന്നത് കൊല്ലത്തേക്കാണ്. ഞാൻ എന്തിനാന്നല്ലേ പോകുന്നത്, എനിക്കൊരു കുഞ്ഞ് ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. എൻ്റെ മോള് കുഞ്ഞാറ്റയ്ക്ക് ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ട് ഒരു ധാവണി സെറ്റ് വേണം. അപ്പോൾ ധാവണി സെറ്റിന് മെറ്റീരിയൽ എടുക്കാനാണ് ഞാൻ കൊല്ലത്തേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ആയിട്ട് അതങ്ങ് ചെയ്യാമെന്ന്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആളെ കണ്ടില്ലേ, ആ ആളെ എൻ്റെ കൂട്ടുകാരിയാണ്, എൻ്റെ സിസ്റ്ററാണ്, എൻ്റെ യൂട്യൂബ് ഗുരുനാഥയാണ്. ഞാൻ യൂട്യൂബിലേക്ക് വരാൻ കാരണമായത് ഇവളാണ് കേട്ടോ. ഇവളാണ് എനിക്ക് എല്ലാം പഠിപ്പിച്ച് തന്നത്. A to Z കാര്യങ്ങൾ പഠിപ്പിച്ച് തന്നത് ഇവളാണ്. അപ്പോൾ അവൾക്കും ഒരു ചാനലുണ്ട് കേട്ടോ. ആ ചാനൽ ഞാനിവിടെ പിൻ ചെയ്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് MK ഫാബ്രിക്സിലാണ്. MKയിൽ വരാൻ കാര്യമുണ്ട്. MKയിൽ നമ്മൾ ആഡി സെയിൽ നടക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് റണ്ണിങ് മെറ്റീരിയലാണ് നോക്കുന്നത്, ധാവണിക്കായിട്ടുള്ള മെറ്റീരിയലാണ് നോക്കുന്നത്. ബനാറസി ലാവണ്ടർ എങ്ങനെ ഉണ്ടാവും മെറ്റീരിയൽ നോക്കിയുണ്ട്. ഇതുണ്ട് എത്ര മീറ്റർ? 189 അല്ലേ? ഞാൻ മുറിച്ചിട്ട് ഈ സെമി സ്റ്റിച്ചഡ് ഒന്ന് നോക്കിയിട്ട് എടുക്കാറുണ്ട്. കൊള്ളാം കേട്ടോ സംഭവം. ഇതെടുത്തിട്ട് പാവായിട്ട് ബ്ലൗസ് 14 3 മീറ്റർ ഉണ്ട്. ഇത് കൊള്ളാം. കൊള്ളാമല്ലേ? ഇതിന് ലൈനിങ് വേണ്ടല്ലോ. കട്ട് ചെയ്യട്ടെ. അങ്ങനെ അവിടുന്ന് മെറ്റീരിയലൊക്കെ നോക്കിയിട്ട് നമുക്ക് സെമി സ്റ്റിച്ച് ധാവണി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങൾ സെമി സ്റ്റിച്ച് ധാവണി സെക്ഷനിലോട്ട് വന്ന്, പക്ഷേ അവിടെ നിന്നൊന്നും എടുത്തില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കുറേ ചുറ്റിക്കറങ്ങി. അവൾ അവിടെ എന്തൊക്കെയോ നോക്കുന്നുണ്ടായിരുന്നു, എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. അവൾ എന്തൊക്കെയോ കറങ്ങി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സെമി സ്റ്റിച്ച് എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ താഴെ വന്നു, നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ട് ആഡീസെൻ്റെ സെക്ഷനിൽ കയറി കേട്ടോ. പിന്നെ അവിടുന്ന് കുറച്ച് പർച്ചേസൊക്കെ ചെയ്ത് കേട്ടോ. കുറച്ച് കണ്ട് നടന്ന് നോക്കിയൊക്കെ എടുത്ത് ഒരു കുഞ്ഞ് പർച്ചേസ് ചെയ്ത്. അങ്ങനെ അവിടുത്തെ കുഞ്ഞ് പർച്ചേസൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ എവിടെ പോയാലും ഫോട്ടോസും വീഡിയോസും വിടത്തില്ലല്ലോ. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ബില്ലൊക്കെ പേയ്മെൻറ്റ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്നും പോയി. പിന്നെ ഞങ്ങൾ പോയത് വേറൊരു ഷോപ്പിലേക്കാണ്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങോട്ടേക്കാണ് പോയത്. അപ്പോൾ ഷോപ്പിൽ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കളക്ഷൻസ് ഉണ്ട്, നല്ല കസ്റ്റമർ സർവീസാണ്. പിന്നെ അത് നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നല്ല തിരക്കും ഉണ്ടായിരുന്നു, നല്ല കസ്റ്റമർ സർവീസാണ് കേട്ടോ. അപ്പം അതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ അവിടുന്ന് തിരിച്ച് വേറൊരു ഷോപ്പിലേക്കാണ് കേട്ടോ പോയത്. കാര്യം റണ്ണിങ് മെറ്റീരിയൽ അങ്ങനെ ഫുള്ള് ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു, ഉദ്ദേശിച്ചതൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ വേറൊരു ഷോപ്പിൽ പോയിട്ട് നമ്മൾ പരാഗ് എന്ന് പറയും, കൊല്ലത്ത് പരാഗ് എന്ന് പറയുന്നൊരു ഷോപ്പിലാണ് പോയത് റണ്ണിങ് മെറ്റീരിയലിൻ്റെ. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ കട്ടിങ് മെറ്റീരിയൽ കിട്ടി കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കട്ടിങ് മെറ്റീരിയൽ അവിടെ നിന്ന് എടുക്കാൻ പറ്റി. കട്ടിങ് മെറ്റീരിയലിൻ്റെ ഒരു കലവറ തന്നെയാണ് അവിടെ. ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനേ ഉള്ളൂ. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത്, ക്വാളിറ്റി കുറഞ്ഞതും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് എടുക്കാൻ പറ്റിയ ഒരു ഷോപ്പാണ് കേട്ടോ. കാര്യം ലൈനിങ്ങിന് പുറത്തോട്ടൊന്നും പോകണ്ട, എല്ലാം അവിടെ തന്നെ ഉണ്ട്. ലൈനിങ് ആയാലും ഷോളായാലും നമ്മുടെ ബ്ലൗസിനുള്ള മെറ്റീരിയൽ ആയാലും എല്ലാം അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് നമ്മുടെ ധാവണിക്കുള്ള സെറ്റങ്ങ് കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇതായിരുന്നു കുഞ്ഞാറ്റയുടെ ഉടുപ്പിന്, അതായത് ധാവണിയുടെ ബ്ലൗസിനുള്ള മെറ്റീരിയൽ ഇതായിരുന്നേ. അതിൻ്റെ തന്നെ സെയിം ഷാളും കിട്ടി കേട്ടോ നമുക്ക്. അപ്പോൾ ഷോളിന് വേറെ ബ്ലൗസിന് വേറെ ഓടേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ ഈ മെറ്റീരിയലിന്, അതായത് റണ്ണിങ് മെറ്റീരിയലൊക്കെ വേണ്ടവരാണെങ്കിലേ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള റണ്ണിങ് മെറ്റീരിയൽ നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ലൈനിങ് എടുക്കാനുണ്ടായിരുന്നു, ലൈനിങ്ങും ഒക്കെ എടുത്ത്. അപ്പം ഞാനിതെല്ലാം എടുത്ത് അവിടെ നിന്നപ്പോഴത്തേനും അവൾ പോയി അവൾക്ക് എന്തൊക്കെയോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അവളും അതൊക്കെ പോയി പർച്ചേസ് ചെയ്ത് കേട്ടോ.
കുറച്ചേറെ സമയം എടുത്തു കേട്ടോ ഇതെല്ലാം പർച്ചേസ് ചെയ്ത് എടുക്കാനായിട്ട്. കുറച്ച് സമയം വേണം, എന്നാലും നമുക്ക് നോക്കിയൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ അടച്ചു കേട്ടോ. ഇവിടെ ഫുള്ളും ഹിന്ദി സംസാരിക്കുന്നവരാണ്, പിന്നെ ലേഡി സ്റ്റാഫൊക്കെ മലയാളികളും. ധാവണയുടെ സ്കേർട്ടിനുള്ളത്, ടോപ്പിനുള്ളത്, പിന്നെ ഷോള്, പിന്നെ അവൾ പർച്ചേസ് ചെയ്ത കുറച്ച് തുണി. ആ പച്ചയൊന്നും ഞങ്ങളുടെ അല്ല കേട്ടോ, വേറെ കസ്റ്റമറുടെ, അതുകൊണ്ടാണ് ഞാൻ അതങ്ങോട്ട് നീക്കി മാറ്റി വെച്ചത്. അത് നമ്മുടെ അല്ലായിരുന്നു, വേറെ ആയിരുന്നു. ഇപ്പോൾ ഈ ബില്ലടിക്കുന്നത് മാത്രമേ ഉള്ളായിരുന്നു നമ്മളത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അവിടെ റണ്ണിങ് മെറ്റീരിയലിൽ നിന്ന് പർച്ചേസ് ചെയ്തെടുത്തത്. അപ്പോൾ ഞാൻ ഈ ഷോപ്പിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. പാവാടയും പിന്നെ ടോപ്പും ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അവൾ പറയുമായിരുന്നു, ചേച്ചി നമുക്ക് അവിടെ പോയി എടുക്കാം, അവിടെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്, ഇങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് അവളെയും കൂട്ടിയിട്ട് ഇവിടെ വരുന്നത്. അവൾ മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ സെലക്ഷൻ, വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക്. അങ്ങനെ വീട്ടിൽ പോകുന്നതിന് മുമ്പേ ഞങ്ങൾ ഒരു 12 മണിയായപ്പോൾ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് കേട്ടോ. അപ്പോൾ അതുവരെ ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ കുടിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചൊരു ഷോപ്പിൽ കയറിയിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യാമെന്ന്. അങ്ങനെ ഞങ്ങളൊരു കടയിൽ കയറി ഷാർജ മേടിച്ചു കേട്ടോ. സൂപ്പർ ഷാർജ, അടിപൊളി, സൂപ്പറായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ പർച്ചേസും ചുറ്റിക്കറക്കവും ഒക്കെ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ളവർക്ക് ചാനലുള്ളതാണ്. അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം, അവളെ കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സീ യു.